ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ സൗദിയിലെ ബാക്ക്ഗ്രൗണ്ട് മാറി ഇപ്പൊ നാട്ടിലെ ബാക്ക്ഗ്രൗണ്ടിലെ ഫസ്റ്റത്തെ യൂട്യൂബ് വലിയ വീഡിയോ. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ഇവരാന്ന് വെച്ചാൽ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു അടിപൊളി കല്യാണം കൂടിയിട്ട് വരുന്ന അല്ലേ? അങ്ങനെയല്ല, നമ്മളിപ്പോ ഇന്നത്തെ പരിപാടി നേരെ കണ്ണൂരേക്ക് പോവാ. കല്യാണം കഴിഞ്ഞ് നേരെ കണ്ണൂരേക്ക് പോയിട്ട് എവിടെയാ പോകുന്നത്? അത് പറ, എങ്ങും പറ. കണ്ണൂര് റാപ്പി എന്തിനാ പോകുന്നത്? മധുരം കഴിച്ച് കട്ടാൻ. ഇവര് പറഞ്ഞ അവിടുത്തെ ബീലബാന്യം കാട്ടി സൂപ്പറാന്ന് ഇവിടുത്തെ റാപ്പി. അങ്ങനെ തന്നെ പറഞ്ഞേ. ഞാൻ തിന്നിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഇവിടുത്തെ സൈലബാന, ബീലബാന, അങ്ങനത്തെ ലീലബാന, ഫീലബാന അല്ലാണ്ട് അങ്ങനത്തെ ഒരു മുമ്പ് ഞാൻ തിന്നിട്ടില്ല. ഞാൻ അന്നേരം ഷുഗർ കട്ട് നേരെ അവിടെ പോയിട്ട് ഞാൻ ഫസ്റ്റ് ബീലബാന തിന്നു. അപ്പൊ ഇവിടുത്തെ അങ്ങനത്തെ ടേസ്റ്റ് അറിയില്ല. അപ്പൊ നമ്മള് പോയിട്ട് തിന്നിട്ട് അതിന്റെ അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ സ്വന്തം നാട്, തെരൂർ നാട്, എന്റെ നാട്. ഇത് ഇവന്റെ നാട്. 2 കിലോമീറ്റർ നമ്പറല്ലേ? ഫാൻസ് ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഞാൻ പരിചയപ്പെടുത്തട്ടെ. അടക്ക് ബിൻഷാദ്. നീ എന്നെ പരിചയപ്പെടുത്തണോ? എന്റെ ഒരു ബിൻഷാദ്. നീ എവിടെ നിന്ന്? ഞാൻ തെരൂർ. എന്നിട്ട് വീട് മറ്റേ വിജയ് പറയുന്നാലേ രണ്ടു പേരും ഇവന് നാട്ടിലുണ്ട്. Hi guys, my name is Mohammed Zain. I'm currently studying at Mangalore, Annapurna. I'm currently pursuing BCom in aviation, and I'm at my 3rd year. And that's it. I'll hand over to My name is Mohammed Rehan. Jobless. ചെക്കൻ അങ്ങനെ പറയില്ല കേട്ടോ. ചെക്കൻ പക്ഷെ നാട്ടുകാർക്കെല്ലാം നാടിന് വേണ്ടി ജനിച്ചവൻ, നാടിന് വേണ്ടി ജനിച്ചവൻ, നാടിന്റെ പൊന്നോവനാ, നാടിന്റെ പണിമുത്ത്. ഒരു പണിയിലായിട്ടല്ല, പണിയിലായിട്ടൊന്നല്ല. എന്റെ പേര് ഷാൻ. എന്റെ നാട് ഇവന്റെ നാട് എന്റെ ഉപ്പാന്റെ നാട്. കുടുംബക്കാരാ. ഇതെല്ലാം ഗൾഫിൽ കിട്ടുവോ? അതല്ലേ ഞാൻ പറഞ്ഞു, എന്തിനാ എളുപ്പം പോന്നേ? അതിനൊന്നും ഒരാവശ്യമില്ല. ഇവിടെ നിന്നാ മതി. അതുകൊണ്ടാണ് ഞാൻ ഇന്നാവെന്നും കളിച്ച് പോയത്. പണി കിട്ടിയിട്ടില്ല. നമ്മളെ സ്വർഗം കാണിച്ചത് അടുത്തതായിട്ട്. ഇപ്പൊ ചാരോടെ ഇത് എംബിഡിയാണ്ട് പിടിക്കൂലേതാ? ഒന്നാമത് പൊക്കിക്കോളും. ഹെഡർ ഉണ്ട്, കൂളിംഗ് ഉണ്ട്, പിടിക്കും. നമ്മുടെ സ്വന്തം ക്ലാസ് ആത്തോ ഇതാ നമ്മുടെ ഷോപ്പ്. ഇതാണ് നമ്മുടെ ഫുഡ് സ്പോട്ട്. ഇത് നമ്മളെ കുമ്മാനം തട്ടാടാ. ഇത് കുമ്മാനത്തെ തട്ടയുടെ ചാലോടുള്ള തട്ടാണ്. മെയിൻ തട്ടയുടെ കുമ്മാനം തന്നെ ഉണ്ട്. അത് സീനാ. നമ്മളെ നാടോടത്തെ കുമ്മാനം തട്ടാണ്. അത് വേറെ മൂടാ. നമ്മളെ ഫേമസ് സാധനമാണ്. നമ്മളെ നാടറിയാന് ചോദിച്ചാൽ മതി. കുമ്മാനം തട്ടയുടെ അടിയാണ് നമ്മുടെ നാടത്ത്. അപ്പൊ അങ്ങനെയാണ് കാര്യം. നമ്മള് നേരെ വെറാപ്പി പോയിട്ട് സാധനം ട്രൈ ചെയ്യുന്നത്. നമുക്കൊരു ക്ഷണം ഉണ്ട്. അത് പോയിട്ട് ഗംഭീരായിട്ട് ഞാൻ അടിച്ചിട്ട് നിങ്ങളെ കൊതിപ്പിക്കൽ തന്നെയാണ് എന്റെ മെയിൻ പരിപാടി. നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മളെ അവിടുത്തെ കണ്ണൂരെ കാഴ്ചകൾ നമ്മളെ നാട് ഒരിക്കൽ കാണിച്ചു തരാം. കുമ്മാനം തട്ടാടയും ഒന്ന് ഞാൻ കാണിച്ചു വെച്ചിട്ട്. അപ്പൊ നമ്മള് പിന്നെ വരാം. ഓക്കെ. ഒരു പാട്ട്, ഒരു പാട്ട്, ജോണി ഒരു പാട്ട്, ഒറ്റൊരു പാട്ട്. എല്ലാരും ഇതിലൊന്നും ഞാൻ വീഴ മോനെ. ചാടിക്കടന്നാണ് പാട്ട് പാടാൻ ആർക്കും അറിയില്ല. നമ്മള് പാട്ട് വെക്കാണ്ട് ഇങ്ങനെ വളവള അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. സിനാനൊരു പാട്ട് എന്റെ പ്രേക്ഷകർക്കറിയാം ഞാൻ പാട്ട് പാടും. ഞാൻ കൊറേ പാടുന്നുണ്ട്. ഞാൻ മറ്റേ പാട്ടല്ല പാടിയ തുമ്പ
അമ്മിയോ പാടണ്ട പാടിയൊക്കെ ഞാൻ അങ്ങനത്തെ പഠിക്കളി നീ പാടിയോ ഇവനല്ലേ ഞാൻ പാടില്ല ഈ ഷാന് പാടുന്നിട്ടില്ലല്ലോ ഞാൻ പാടില്ല പണ്ട് എന്താ നമ്മള് മദ്രസയിൽ നവേന്ദന് ഉസ്താദ് പാട്ടുപാടി കൊടുത്ത് ആ. അമ്പലമുറ്റത്ത് പാടി ഒന്ന് പാടി മദ്രസയിലെ പേര് അമ്പലമുറ്റ സെക്കൻഡെല്ലാം കിട്ടല്ലോ എന്റെ അമ്പലം പാടിയിട്ടാ സോറി പാട്ട് ഓർമ്മ അമ്പലമുറ്റത്ത് പാടിയിട്ട് സെക്കൻഡ് വാങ്ങി വരും അത് പ്രോത്സാഹന സമ്മാനം പൊട്ടാ എല്ലാവർക്കും കൊടുക്കുന്ന സെക്കൻഡ് അല്ല 10ാം ക്ലാസ് പഠിച്ചവരുള്ള 10 ക്ലാസ് ഉണ്ട് ഒരുവന്റെ വരെ എല്ലാം പ്രോത്സാഹന സമ്മാനം വേറെ സുഹൃത്തിനുണ്ടത് അത് തീരായി ആളിപ്പോ വിദേശത്ത് എന്റെ പണ്ടത്തെ ഒരു കഥയുണ്ട് മദ്രസയില അത് ഞാൻ പറഞ്ഞുതരാം പണ്ടേ ഇംഗ്ലീഷ് പ്രസംഗത്തിന് നിന്ന് എന്നിട്ട് കേറി അവളെ മൈതാനം കെട്ടിയാടേനു പണ്ട് മെയിൻ സ്റ്റേജുമ്പോൾ കേറി ആകുമ്പോ കോമ്പറ്റീഷൻ ഇല്ലേ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് അതിൽ ഫസ്റ്റ് അടിച്ചവരാണ് മെയിൻ സ്റ്റേജിലേക്ക് വരിക അതുകൊണ്ട് ഇംഗ്ലീഷ് പ്രസംഗം ആരുമില്ല ഞാൻ വലിയ ആളെ പോലെ ഉണ്ട് ചെറുതിലാണ് ഞാൻ കേറി റെസ്പെക്റ്റഡ് ബാക്കി മറന്നുപോയി അല്ലല്ല മറന്നുപോയി ബാക്കിൽ നിന്ന് ഒരു ഉസ്താദ് ഏതോ എന്നര ഉസ്താദ് പറഞ്ഞു മോട്ടീഷൻ സാറില്ല നീ ഒറ്റ പറഞ്ഞില്ല പറഞ്ഞു ഞാൻ കണ്ണും പൂട്ടി ബയ്യാട്ട് പഠിച്ച പോലെ റെസ്പെക്റ്റഡ് ഉസ്താദ് നമുക്ക് തുടങ്ങിയ മോനെ 10 മിനിറ്റിന്റെ പ്രസംഗ 2 മിനിറ്റ് കൊണ്ട് ഞാൻ തീർത്തു ഞാനൊന്നും കോമ്പറ്റീഷൻ ഇല്ലാത്തോണ്ട് ഞാൻ ഫസ്റ്റ് അടിച്ചു കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ ഇവൻ ഭയങ്കര പുലിയാ ഇവൻ പുലിയാ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ ഞാൻ കോമ്പറ്റീഷനിൽ കുറച്ച് ബാക്കോട്ടാണെങ്കിൽ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ പുലിയാ സ്റ്റോറാ ഇതെല്ലാം നമ്മുടെ നാട് കണ്ണൂരേക്കുള്ള വയ്യാട്ടാ മറ്റേ നളന്ദ കോളേജ് ആ തിരിച്ചടിക്കും സാരില്ല ഓ ആ സ്കൈ ഓക്കെ ഇവിടെ നല്ല ഫ്രെയിം ഇട്ടാ കിട്ടില്ല ഫ്രെയിം പ്ലസ് ടു കാരി പെണ്ണെ ആ പെണ്ണിന് നീല ഉള്ളിലുണ്ട് കണ്ടവളെന്നെ വളയ്ക്കുമെന്നേ ഇവിടെ ഒരു ചിന്നെ കൽവിന്റെ കിതാബിലെ പെണ്ണ് കിതാബിലെ പെണ്ണ് ഇന്നലെ വന്നവളെന്നുടെ റൂവിന് നിന്ന് എന്നാൽ ഇന്നലെ അവളെ കണ്ടത് മുതലേ കൽവില് തീയാടുന്നേ അന്നെ കാണാൻ എന്തൊരു ചേലാണ് അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വരി ഉണ്ടടാ ഒന്നും പാണ്ട നമുക്ക് അറിയുന്ന പാടിയാ പോരെ അറിയുന്ന പാടിയാ പാടുമ്പോ കറക്റ്റ് ആയിട്ട് പാടാം ഇല്ലെങ്കിൽ പാടാണ്ട് ഓനെ എനിക്ക് ലൈറ്റ് അടിച്ചതിന് ഇഷ്ടമില്ല ദേഷ്യം പിടിക്കല്ലേ ദേഷ്യം പിടിച്ചാൽ പൊട്ടിക്കും ഇങ്ങനെ പൊന്തി തന്നെ ഒറ പോലെ പോയി തിരിച്ചു പിടിക്കും ഞാൻ ഔറത്തല്ല ഡേറ്റ് ഞങ്ങൾക്ക് തന്ന നമുക്ക് പോലെ നീ പട്ടിക്കപ്പെട്ടല്ലടാ ഞാന് അത് സാറില്ല അതായത് ശശിയായി സാറില്ല സ്കൈ വല്ലാണ്ട് ഇഷ്ടമായി കാണും ഇങ്ങനത്തെ സ്കൈ പക്ഷെ ചെക്കൻ നോക്കുന്നുണ്ട് നമ്മളെ വണ്ടി ആയാലും എന്റെ ഫാനാട്ടോ കൈയല്ല ഞാൻ മാസ്ക് ഇട്ട് ഇറങ്ങാടാ വെറുതെ ആരും തിരിയാണ്ട് അള്ളാ കുടുങ്ങിട്ട ഇതെടുക്ക് ഊരിട്ട് ഇങ്ങെടുക്ക് നമ്മള് പോയിട്ട് വരാം ഓക്കെ സീന് സ്കൈ സീൻ ക്യാമറ ഒക്കെ പോയി സ്കൈ ഓഫ് ഇന്ത്യ സ്കൈ ഓഫ് കേരള എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇന്ത്യയിലെ പിന്നെ ഇത് പോയി നോക്കി കാണുവാ സ്കൈ എന്നാണോ പറയുന്നത് സ്കൈ സൗദിയിലുണ്ട് പക്ഷെ ഈ സ്കൈ കാണൂലല്ലോ ഇത് മറ്റേ 24 ഞാൻ പറഞ്ഞില്ലേ അതിന് പണിക്ക് പോയോണ്ടാന്നേ പണിക്ക് പോകണ്ട എന്നെ പോലെ നാട്ടിലെ നോക്കിയ സ്കൈയും കാണാം എല്ലാം കാണാം പണിക്ക് പോയാൽ അതിനുള്ളിൽ റൂമിന്റെ ഉള്ളിലുണ്ടാവും അന്നേരം എന്ത് സ്കൈ കാണാന് ജീവിതത്തിൽ സക്സസ്ഫുൾ സക്സസ്ഫുൾ ജീവിതത്തിൽ
അതൊരാഴ്ച സക്സസ്ഫുൾ അല്ല മറ്റേത് സക്സസ്ഫുൾ പഠിക്കോന്ന് ലീവ് എടുക്കാനാ വെൽ സെറ്റിൽഡ് ആണ്. പണിക്ക് കയറിയിട്ടാണോ ലീവ് എടുക്കാൻ? നമ്മള് പണിക്കോന്ന് പൈസ എന്തിനാക്കുന്നത്? വെറുതെ ഇരിക്കാൻ. ഇപ്പൊ ഞാനെന്ത് ചെയ്യുന്നത്? വെറുതെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ മണിക്കൊണ്ട് വെച്ചില്ല. ഇല്ല ശരിയാ. പറഞ്ഞാലും പോയിന്റ് ഒരു മോട്ടിവേഷൻ സക്സസ്ഫുൾ ആണോ അത്ര തന്നെ. ജീവിതത്തിൽ സക്സസ്ഫുൾ എന്താണ് ഇന്റെ രീതിയിൽ സക്സസ്ഫുൾ എന്ന് വെച്ചാൽ എന്താ? ഇത് സെറ്റിൽഡ് ആണോ? വെൽ സെറ്റിൽഡ് ആണോ? സെറ്റിൽമെന്റ് എന്ന് വെച്ചാൽ എന്താ? സെറ്റിൽഡ് വെച്ചാൽ നല്ലൊരു ഫാമിലി, നല്ലൊരു എങ്ങനെ ഇന്ത്യ പറ ഒരാളാവ് പറയും അങ്ങനെ ആയിട്ടൊന്നുമില്ല. ഇന്ത്യ സക്സസ്ഫുൾ എന്ന് വെച്ചാൽ എന്താ? അനക്ക് അങ്ങനെയില്ല. അനക്കൊരു എന്താ പറയാ മീഡിയം ലെവലിൽ ഇങ്ങനെ ജീവിച്ചു പോകാനുള്ളത്. നമുക്ക് വലിയ ആഗ്രഹം. സാലറി ഒന്നും വേണ്ട, അതൊന്നും പറയണ്ട. എനിക്ക് എങ്ങനത്തെ ഒരു ജീവിതം നീ മുന്നിൽ കാണുന്നത് ഫ്യൂച്ചർ? അനക്ക് എന്ന് പറഞ്ഞാല് ഒരു കുറച്ച് നല്ലൊരു വണ്ടി എടുക്കുക, കുറച്ച് നല്ലൊരു ഒരു BM. എനിക്കും അത്ര ഫിലൊരു എന്താ പറയാ അല്ലല്ല മുറ്റം കൊറേ ഉള്ള ഒരു ചെറിയ പോരാ. മുറ്റം കൊറേ ഉള്ള ചെറിയൊരു പോരാ, മുറ്റം കൊറേ വണ്ടി വെക്കാൻ. വണ്ടി കൊറേ വെക്കണോ, അത് പെട്ടെന്ന് തിരിച്ചിട്ടെല്ലാം വരണോ, അങ്ങനത്തെ ചെറിയൊരു ആഗ്രഹമാണ് അനക്കുള്ളൂ. വേറൊന്നുമില്ല. പിന്നെ നല്ലൊരു ബേബി. വണ്ടിയിൽ എങ്ങനെയാ വണ്ടി എണ്ണ അടിക്കണ്ടേ? എണ്ണ അടിക്കണോ? നീ വേണ്ടേ? അതെ, അതിന് പണിക്ക് പോണം. എന്നിട്ടോ പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കണല്ലോ. പൈസ ഉണ്ടാക്കിട്ട് വണ്ടി എടുത്തിട്ട് എണ്ണ അടിച്ചിട്ട് നീ പോകും. അതിനിടയ്ക്ക് എന്റെ കല്യാണം മംഗല ഫസ്റ്റ് മംഗലം എന്നിട്ട് വണ്ടി. ഓക്കെ മംഗലം കഴിഞ്ഞിട്ട് പണി. ഇനി അടുത്ത വെച്ചാല് അടിപൊളിയായിട്ട് ഒരു വൈഫ് വീട്ടുകാരെല്ലാം നോക്കി ലെവലെല്ലാം അങ്ങ് ജീവിച്ചു പോകണം. അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഒരു മിഡിൽ ലെവൽ ഇങ്ങനെയുള്ള ഒരു കുറെ വണ്ടി വേണം. ആഗ്രഹിക്കുമ്പോൾ നേടാൻ പറ്റണം ആ ഒരു ലെവല്. അങ്ങനെ മറ്റേ പ്രൈസ് ടാഗ് നോക്കാണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും നേടാൻ പറ്റില്ല, നമുക്ക് റിഗ്രറ്റ് അടിക്കൂലേ? അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോ നേടാ മണി വേണം. മണി സേവനത്തിന്. പക്ഷെ മാഫി ഫിലിസ് മാഫി മുഷ്കിൽ എന്നാണല്ലോ പറഞ്ഞത് അങ്ങ് പണ്ഡിതൻ. രണ്ടിലും പെടും. അതൊക്കെ ഞാൻ ജീവിതത്തില് ഒരു പൊരവാണോ? ഒരു പോരല്ല ഡാഡി എടുത്തിട്ട് വണ്ടി വേണം, ഒരു വണ്ടി ആവാ, ഒരു പൊണ്ടാട്ടി വേണം. അതുണ്ടാവല്ലോ. ടൈമായി എല്ലാരും കല്യാണം ഉണ്ടാവും. ഫുൾ ടാങ്ക് കണ്ണ, എപ്പോഴും ഫുൾ ടാങ്ക് കണ്ണ അത്രേ ഉണ്ട്. പിന്നെ QR കോഡ് അതായത് നമ്മൾ സ്കാൻ ചെയ്യൂലേ, അന്നേരം ബാലൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് കാണിക്കാറ്. ഫസ്റ്റ് പറയാ ഏട്ടന്മാരെ വിളിക്കാണ്ടിരിക്കണം. അതൊന്നുമില്ലപ്പാ. വേറെന്നാ അത് തന്നെ, അത്ര തന്നെ. ചെറിയ ആഗ്രഹമേ ഉള്ളൂ, വലിയ ആഗ്രഹമൊന്നും ഇല്ലപ്പ നമുക്ക്. നമുക്കൊരു ഇതേപോലെ പിള്ളേർ എപ്പോ ഒപ്പര ഉണ്ടാവും. അതന്നെ അത് മതി. എന്റെ അഭിപ്രായത്തിൽ പിള്ളേരൊപ്പം ഉണ്ടാണ്. പക്ഷെ നമ്മള് ഒന്ന് വളരണമെങ്കിൽ ഒന്ന് മാറിക്കും. അന്നേരം പിള്ളേർ ഒപ്പര ഉണ്ടാവില്ലല്ലോ. ഇല്ല, അല്ലെങ്കിൽ ഒപ്പരം വളരാനുള്ള ആ ഒരു വൈബ് ആണെങ്കിൽ പിള്ളേർ മാത്രം മതിയാ, ഫ്യൂച്ചർ ഉണ്ടാവില്ല. നാട്ടില് പണിക്ക് പോയാൽ മതി, അന്നേരം പിള്ളേരൊക്കെ കൂടാൻ പറ്റില്ല. പണിക്ക് പോയ പിള്ളേരൊക്കെ കൂടാൻ പറ്റില്ല, ടൈം ഉണ്ടാവില്ല. സാറ്റർഡേ ഹോളിഡേ, സൺഡേ ഹോളിഡേ. ദിവസം വരെ മറന്നുപോയി. പണി എടുക്കുന്നില്ല ഞാൻ പറയൂല. ഞാൻ പറഞ്ഞ മുതല് ബാക്ക്ഗ്രൗണ്ടിലെ കളിയുണ്ട്. പക്ഷെ ഇവരെ വിചാരം എനിക്കൊന്നും പണിയില്ലാന്നാ. അത് നമ്മള് കാണുന്നുണ്ട്. മറ്റേ കോട്ടൊന്നും അങ്ങനെയാണ്, ബാക്കിൽ കളിക്കും, മുന്നിൽ കളിക്കില്ല. പണിക്ക് പോകുന്നില്ല നിങ്ങളെ വിചാരം. ഈ പറഞ്ഞു കൊടുക്കടാ, നമ്മൾ വിളിക്കുമ്പോ ബാക്കിലൂടെ കളിക്കുന്ന ഈ പൊട്ടന്മാർക്ക് അറിയില്ലല്ലോ. അതറിയാം, എനിക്കറിയാവുള്ളൂ. ഓനെ നമ്മളെ പ്ലാൻ ഉണ്ട്. ഇത് വേറെ അതല്ല, മറ്റേ സാധനമില്ല. അതല്ല നമ്മളെ പ്ലാനെല്ലാം ഉണ്ട്. എനിക്ക് മനസ്സിലായിക്കോട്ടെ, ഫാമിലി ഡ്രൈവർ അല്ല നാട്ടിലിരിക്കും. ഫാമിലി ഡ്രൈവർ ആ ഒരു സംഭവമാണ്. ഞാനോട് പണിക്കായിരുന്ന മുമ്പ് എന്റെ പോരക്ക്, എന്റെ ആമാന്റെ പോരക്ക്, ആപ്പാന്റെ പോരക്ക്, അവർക്കെല്ലാം എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഞാനാ മെയിൻ ഡ്രൈവർ.
അവർ രസാന്ന് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഇവനേ ഉള്ളൂ. ഇവനക്കാന്ന് നമ്മളെ കൂട്ടത്തിലുള്ള സ്കില്ലുള്ള കണ്ട. ഓ ഇവനാകുമ്പോ സ്റ്റൈലടി, നമ്മളാകാട്ടി മൂത്തിയായോണ്ട് അതൊന്നും പേടിക്കണ്ട. ഇവൻ നമ്മളാകാട്ടി മൂത്തിയായോണ്ട് അപ്പോ അതൊന്നും പേടിക്കണ്ട. ഇവൻ നോക്കിയും കണ്ടിട്ടേ ഇവനക്ക് ആ പുളിയില്ലേ ആയില്ല. വണ്ടിനോടുള്ള പുളി ഓന് കൊറേ ഓടിച്ച് തീർത്ത്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങനത്തെ പരിപാടി മെല്ലെ കണ്ട ചെലപ്പോ പാവാണ് നേരത്തെ പിള്ളേർ വന്നിട്ടുള്ള അത് അടിക്കുന്നുണ്ടാവും. ഷോർട്സ് ലൈറ്റ് ഉണ്ടാവും, ഒരു ഷോർട്സിലുണ്ടാവും. കാക്ക ഒന്ന് പൊട്ടിച്ചേരുവോ അതേ അവന്റെ നമ്മളെ കണ്ണൂര് അതിന് കൊറേ ബ്ലോക്ക് കാണാ. കണ്ണൂർ കാഴ്ചകൾ. അപ്പൊ കണ്ണൂർ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് നമ്മൾ കണ്ണൂര് ഈ ന്യൂസ് ചാനൽ വായിക്കുന്നത് സിനാൻ ക്യാമറമാന്റെ ഒപ്പം അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മള് നേരെ റാപ്പിൽ പോട്ടെ. ബസ് എല്ലാരും നോക്കുന്നുണ്ട്. ഹായ് എല്ലാരും നോക്കുന്നുണ്ട്. ആരും ആയി പറയുന്നില്ല എന്നുള്ളൂ. ഫ്ലാഷ് അടിക്കുന്നോണ്ട് കാണൂടാ. അടാ ഇതെന്തിനാ ശരിക്കും വെള്ളം സംഭരിക്കുന്നല്ലേ? അതിനാണ് കണ്ണൂർ വെച്ച് വെള്ളത്തിൽ. അതെ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അത് വെള്ളം ഫുള്ളാൻ പൊട്ടി വന്നില്ല? അത്രയും സേഫ്റ്റി ഉണ്ടാവില്ല. സർക്കാരിന് ശ്രദ്ധയ്ക്ക് കേടുപാടുകൾ പറ്റിയാൽ ഇവനെ കോണ്ടാക്ട് ചെയ്യാം. പൊട്ടി പോകാന് മച്ചാൻ വണ്ടി എടുക്കും. ഇതാണോ ഇതിനെ കുറിച്ചിട്ടാണോ പറയുന്നത്? ഇത് ഇത്ര കാണുന്നുണ്ട്. വാട്ടർ അതോറിറ്റിന്റെ സാധനം. 27 ലക്ഷം. എത്ര ലിറ്റർ? 27 ലാക്കാണ്. 27 ലാക്ക് അങ്ങനെന്തോ എത്രയോ ലക്ഷം ലിറ്റർ ആണ് അതിന്റെ ഉള്ളിലുള്ള. ഞാൻ അവിടെ എത്തിയിട്ട് വരാട്ടോ. അതുകൊണ്ടെല്ലാം പോയി ഇപ്പൊ വരാം. അപ്പൊ നമ്മളിതാ ഇവിടെ എത്തിയിട്ടാ. റാപ്പി കാണിച്ചാലോ? ഇതാണ് റാപ്പിന്റെ മുതലാണ്. സ്വന്തം നാട്ടുകാരനാണ്. സ്വന്തം നാട്ടുകാരനാണ്, മുതലാളിയാണ്. ഇതെന്നൊക്കെ പറയാനുള്ളതാ. ഞാൻ ഇതുവരെയായിട്ട് ഒന്നും തിന്നില്ല. ആകെ തിന്നത് നീലപാന. നാട്ടിലുള്ള കസിൻസിനൊന്നും തന്നില്ല. കൊറേ കുടുംബക്കാരുണ്ടല്ലോ. ഫസ്റ്റ് റാപ്പിയാ. തിന്നിട്ട് പറ എന്താണ് എനിക്ക് നാണോ? അങ്ങനെ അങ്ങനല്ല. നീ പറ, നീ എന്തെങ്കിലും പറ. റാപ്പിനെ കുറിച്ച് 2 വാക്ക്. നിങ്ങളല്ലടാ ക്യാമറ മുമ്പിൽ വരുത്തില്ലടാ. ഓന് ഇൻട്രോ ഇട്ടാ കുഴപ്പമില്ല. ഇത് യൂട്യൂബാ. ഒരുപേരും എന്തായാലും നമ്മൾ ട്രാക്ക് ചെയ്യട്ടാ. നമ്മൾ ട്രാക്ക് കയറി വരുമ്പോ കുറെ വീഡിയോസ് ഉണ്ട്. റാപ്പിൽ നമ്മള് സാധനം കുറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. റീലും എടുക്കുന്നുണ്ട്, ഇതും വരുന്നുണ്ട്. റീലും വരും, ഇതും വരും. അപ്പൊ നമുക്ക് സെറ്റ് ആക്കാം. വെയിറ്റിംഗ്. നമ്മള് വെയിറ്റ് ചെയ്ത് നമ്മള് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങള്. അപ്പൊ സാധനം വന്നിട്ട് കാണിച്ചു കൊടുക്കാം. നമ്മള് ആടെ ഇരിക്കല്ലേ? എവിടെ ഇരിക്കുന്നു? ഇങ്ങോട്ടേക്ക് വരാം. ഇർഫാനാ. ഹലോ. നമ്മള് കാണിച്ചു തരാം. സാധനം വന്നോ? റാപ്പിലുള്ള അങ്ങനെ നടക്കണ്ട. കിട്ടൂല. അതായത് ഇപ്പൊ നമ്മുടെ അടിയുള്ള അറിയാം. റാപ്പിൽ കുത്തിരിക്കാണ്. എല്ലാരും ഉണ്ട്. എല്ലാരും കാണിച്ചു കൊടുത്ത എല്ലാരും കുത്തിരിക്കുന്നുണ്ട്. അപ്പൊ സാധനം നോട്ടെ. ടേബിള് കാച്ചല്ലേ? കുറച്ച് കഴിയുമ്പോ ടേബിൾ ഫുള്ളാവും. ഇത് ചുമ്മാ മതി. വേറെ ഇറക്കാൻ പറ്റുമോ? സീൻ ആംഗിളാണല്ലോ. നമ്മളിപ്പോൾ എന്തിനു വേണ്ടി കാത്തിക്കുന്നു? ഡെസേർട്ടിന് വേണ്ടി. സോറി ഗയ്സ്, നമ്മളിപ്പോൾ എന്തിനു വേണ്ടി കാത്തിക്കുന്നു? ഡെസേർട്ടിന് വേണ്ടി. അപ്പൊ നമ്മള് ഡെസേർട്ട് വന്നിട്ട് ഇനി വരാട്ടോ. കുറെ ആൾക്കാരൊക്കെ. അപ്പൊ റീലും വരുന്നുണ്ട്. ഇൻസ്റ്റയിൽ കയറിയിട്ട് ഇതിന്റെ റീല് കണ്ടാ മതി. ഇത് ലോങ് വീഡിയോയിലുണ്ടാവും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക. എല്ലാം എന്നിട്ട് കാണാം. ഓക്കെ എല്ലാം ചെയ്യാം. അല്ലോ അപ്പൊ അതന്നെ നമ്മള് തിന്നും വരും. കുറെ നേരം പറയും തിന്നു വരും. വീഡിയോ എടുക്കുന്നതിന്റെ കഷ്ടപ്പാട് വേണമെങ്കിൽ ഇങ്ങനെയെല്ലാം കണ്ടോ. ഇപ്പൊ ഇവിടെ ഒരു മാജിക് കാണിച്ചു തരാം. ഇവിടെ ഒന്നും ഇല്ലാലോ. ഇപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അവിടെ സാധനം വരുന്നതാണ്. അല്ല ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കാല. ഇപ്പൊ ഞാൻ സാധനം കാണിച്ചു തരാം. മാജിക് കാണിച്ചു തരാം. ഇവിടെ ഒന്നും ഇല്ലാലോ.
ഞാൻ ഫോൺ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഫുള്ള് സാധനം വരുന്നതാണ്. ഫുൾ മാജിക് കണ്ടേ മതി. കളരാന്നില്ല, കുറച്ചമയായിട്ടുള്ളൂ, 5 മിനിറ്റ് വരെ ആയിട്ട് വന്നിട്ട്. അപ്പത്തേക്ക് സ്വന്തം ഷോപ്പുകളുടെ ഷോപ്പായോണ്ടാന്ന് അവന്റെ ഫ്രീഡം. നേരെ പോയി കയറി തരും കേട്ടോ. ഒരു ലേഡ് നേരെ കയറി പോയി ചെന്നാൽ അടുക്കളയിലേക്ക്. തുറന്നു വെച്ചോ, എന്നിട്ട് റീലെടുക്കാം. ഒരു മിനിറ്റ് ഇങ്ങനെ എടുക്കും. ഒന്നും ഒരു കളിയിലാണ്. തുറന്നു വെച്ചോ. ഏതാ ഷോട്ട് ക്യാമറമാനായിട്ട് എടുക്കണം. ഇതിനെല്ലാം ഇത് ഇങ്ങോട്ടാ പേര് പറഞ്ഞത്. ഇത് ഫാന്റസി, ഇത് ബ്രൂണോ ബ്ലിസ്. ഓക്കെ, ഒരു സാധനം കൂടി വരാണ്ട് പോസ് ചെയ്തോ. ആർട്ട് വർക്കൊക്കെ കൊള്ളാം കേട്ടോ. കണ്ടാ ലെവലുണ്ട്. മറ്റേത് കണ്ടാ വള്ളലോ, അത് വള്ള തന്നെയല്ലേ, എല്ലാം വള്ള തന്നെ. അയ്യോ വാളി കറപ്പില് വള്ളലോ, ഇത് കാപ്പിയില് വള്ളലോ. വള്ളേല് മാത്രം എന്ത് വള്ളലോ ഇല്ല. വെള്ള സമാധാനം വൈറ്റ് ലവ് ഇസ് പ്യുവർ. നമ്മളെ പോലെ അതില്ല. എങ്ങനെയാ പ്യുവർ അല്ല. ഇങ്ങനെ കഴിയിട്ട് എല്ലോപ്പരെ കൊണ്ടു പോരെ. ഇത് കിടലാം സാധനം. റെഡി ആയിക്കോ അഭിനയിക്കാൻ. ഇതെല്ലാം ഇങ്ങനെ തിന്നണ്ടെന്ന് അറിയോ ഞാൻ. ഇത് പേര് പറഞ്ഞോട്ടെ പറ്റും. ഇത് നമ്മളെന്താണ് ബ്യൂണോ ബ്ലിസ്, പിന്നെ ഇത് ഫാന്റസി മാൾട്ടീസ്. ഇത് 3 കിട്ടും മെയിൻ സാധനമാണ് അല്ലേ? അതെ. അപ്പൊ നമ്മള് തിന്നിട്ട് കാണിച്ചത്. ഫസ്റ്റ് നമുക്ക് ബ്യൂണോ ബ്ലിസ് തിന്നാം. ബാ പിടിച്ച ബ്യൂണോ ബ്ലിസ് എടുക്കടാ. അടുത്ത് വാടാ. അടീനേ കോരണം ഇങ്ങനെ ഇങ്ങോട്ടോക്ക്. അടീനേ കോരുക, എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ടോപ്പ് കാണാം. ടോപ്പ് മോനെ സത്യം പറ്റ പൊക്കുന്നേട്ടാ. ബീലാപാൻ പോയി. അള്ളാണ് ബീലാപാൻ പോയി. അടുത്തൊന്നും തീർക്കല്ലേ വ്ലോഗ് നിർത്തിക്കും. ഇല്ലെന്നേനോ എടുക്കുന്ന ആളില്ല. എന്റെ മൂന്നാളില്ല. നമ്മള് വീട് എടുക്കാൻ പോന്നെ. ഇത് നോക്കിയേ, ഇതെല്ലാം എടുത്തോ തിന്നാൻ വന്നേ. ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യണ്ട്, സമ്മതിക്കണ്ടേ? നോക്കിയേ, ഇത് തൊട്ടോറ് കേട്ടാ, ഇത് തൊട്ടോറ്. ഇതായി സാധനം തൊടാൻ വിടൂല. ഒരു റീലെടുക്കാൻ സമ്മതിക്കടാ. ഇത് പിടിച്ച് ആക്ഷൻ എടുക്കണം. ഇതും കൂടി എടുത്തരാ. ഇതും കൂടി എടുത്ത് തിന്നോ. ഇത് മാറ്റിയോ, ഇതാറെ മാറ്റി വെച്ചേ. അത് തിന്നിട്ട് അണങ്ങാണ്ട് പോകണം. ഓനെ കിട്ടണമെന്ന് പറയുന്നത്. അനിയും കിട്ടണോ കോരിനും കിട്ടണോ? കോരുന്ന ഒരു സാധനമില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് സംസാരിക്കാതെ. അടുത്തത് ഞാൻ സംസാരിക്കുമ്പോ എന്റെ മൂന്ന് മാത്രമേ. ഇതും അടീനെ കോരുക. ഒരു കുരുവാണ്. ഒരു മാൾട്ടീസ്,
ആകെ പാടിയടാ. ഒരു മിനിറ്റ് അങ്ങനെ തന്നെ മേലെ വെക്ക്. അട്ടൊന്നുകൂടി ആക്ക്. അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ തന്നെ ഇരുന്ന് എന്നാലും ഇങ്ങനെ വീഴെല്ലാം വേണം. റെഡി 1 2 3 സ്റ്റാർട്ട്. അടിയിലെ കോരിട്ട് നല്ല ഒന്നിനൊന്നും മെത്തുമുത്ത ഒന്നും പറയാനില്ല. നേരെ വന്നോ റാപ്പിയിൽ വന്നോ കണ്ണൂര് അടിച്ചു മിന്നിക്കോ. അധികം മടുക്കൂല, ഉറപ്പാൻ പറയാം. തലക്കൂടിക്കൂല. ബീലബാനിന് ഒരാൾക്ക് ഫുൾ തിന്നാൻ പറ്റില്ല. ഇത് ഞാൻ പാണി ഫുൾ ഞാൻ തിന്നു. അത്രയ്ക്ക് ഞാൻ തിന്നു. നല്ല ടേസ്റ്റ്. വരാം, നിങ്ങൾ ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട് ഓട്ടം. ഒരു യുദ്ധക്കളം കാണണം. യുദ്ധത്തിന് പോലും ഇത്രയും ഉണ്ടാവില്ല. അലമ്പ്. ആകെ 3 സാധനം ഓർഡർ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ നോക്കിയേ. ഇതാ ഇവനാ മെയിൻ. ഇതൊന്നും കാണുന്നവനല്ല, ഇവനാണിവൻ. കാണുന്നവനല്ല, ഇവനാണിത്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇവൻ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ കളിച്ചത്. ആ ചിരിയോക്കറ ആ ചുണ്ടുമേല പറയണേ വേറെ ഒന്നും കൊണ്ടില്ല. അത് ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ അങ്ങനെ ആയിപ്പോ. അത് ആര് പറഞ്ഞാൽ പക്ക ഗ്യാരണ്ടി മോനെ. ഞാൻ ബീലബാൻ തിന്നിട്ടുള്ളൂ. അതിന്റെ ഇതിൽ പറയുന്നു ബീലബാനാ നിങ്ങൾ ഓജി സാധനം എന്ന് പറയുന്നു. അതിനെ കടത്തി നമ്മളത് ടേസ്റ്റ് ചെയ്യും. ആഴ്ചയിൽ എത്ര പേരുണ്ട്? ആഴ്ചയിൽ 3 വട്ടം. ഇവനെ ആഴ്ചയിലും ഞാൻ ആദ്യമായിട്ടാ ഇവരാഴ്ചയിൽ. ഞാൻ ഇപ്പൊ നാട്ടിൽ വന്നിട്ടുള്ളൂ. ഇവിടെ തന്നെയാണ്. അതാണ് പേര് റാപ്പി ഓഫ് ചോക്ലേറ്റ്. അത് വെച്ചാല് വേവ്സ് അല്ലേ? വേവ്സാ? ഓ ഈ വേവ്സ് ഓഫ് ചോക്ലേറ്റ്. ഓക്കെ, അതിനുള്ള അവരെന്താ പറയാ നിലർത്തി എന്താ പറയില്ലേ ആ പേരിനോടുള്ള കൂറ് അവർ. അത് തന്നെ. ഇതെന്തേനും അറിയാവോ? ഇത് ഫാന്റസി പോയി തിരിയുന്നില്ല. നല്ല മിക്സ്. ഫാന്റസിയും മറ്റേ സാധനത്തിന്റെ ഒരു ബ്രൂണോ ബ്ലിസ്. ബ്യൂണോ ബ്ലിസ്സും അത് സൂപ്പർ. മാൾട്ടീസ് ഓക്കെയാണ്. മാൾട്ടീസ് അതിന് കണക്കായ സാധനം തന്നെ. പക്ഷെ 3 കമ്പയർ ചെയ്യുമ്പോൾ 2 സാധനം അല്ലേ? പറയാനില്ല, സൂപ്പർ. നമ്മള് പുറത്ത് ഇറങ്ങിയിട്ട് വരാം. ഞാൻ ഇവിടുത്തെ മെനു കാണിച്ചു തരാം. നമ്മൾ ഓർഡർ ചെയ്തതല്ല കാണിച്ചു കൊടുത്ത മാൾട്ടീസ് ബ്രൂണോ ബ്ലിസ്സും പിന്നെ ഇതെല്ലാം ഓർഡർ ചെയ്ത മാൾട്ടീസും പിന്നെ ഫാന്റസി. ഇതും കിടിലൻ സാധനം. ഇതാ റേറ്റ് നോക്കുവാണെങ്കിൽ ഇത് നോക്കാം. 3 വെർത്തം. ഒന്നിനൊന്നിന് മാച്ചല്ലേ? എല്ലാം അടിപൊളി സാധനം. ആ റേറ്റിനില്ല. ഇത് സെറ്റാ. നിങ്ങള് കൊടുത്ത പൈസക്ക് ഉള്ള സാധനം ഉണ്ട്. അത് സെറ്റാ. ഒന്നും പറയാനില്ല. താങ്ക് യു ഫോർ യുവർ ക്ഷണം. ദിസ് ഈസ് മൈ മുത്ത്. വെൽക്കം, ഓൾവേസ് വെൽക്കം. അപ്പൊ സെറ്റ് ചെയ്യണം. എന്തായാലും അടിപൊളിയാവും. വിജയിക്കും. ഫാമിലിനെ കൂട്ടിട്ടോ വിജയിക്കും. വിജയിച്ച് അങ്ങനെ പറയണം. അത്യാവശ്യം ഇതിന്റെ വീഡിയോ എന്താ പറയാ ആളെ എല്ലാരും അറിഞ്ഞിന്. അത്യാവശ്യം ആളും വരുന്നുണ്ട് അല്ലേ? അടുത്ത മലയാളി മലയാളി വേറെ ബ്ലോഗർ. അപ്പൊ ഇവനെ അടുത്ത മുതലാളി സായത് മുതലാളി വന്നിട്ട് അങ്ങനെ തിന്ന് സൂപ്പർ. എല്ലാം പറഞ്ഞു എല്ലാം പോയി. സത്യം പറഞ്ഞ നല്ല വിഷയം. നമ്മൾ പുറത്തിറങ്ങിട്ട് അപ്പൊ നമ്മള് റാപ്പിന്ന് ഇറങ്ങി നേരെ അടുത്തേക്കാ പോകുന്നറിയാവാ. നമ്മളെ സ്വന്തം പയ്യാമ്പലം ബീച്ച്. കണ്ണൂർക്കാരുടെ അഭിമാനം, കണ്ണൂർക്കാരുടെ രോമാഞ്ചം, കണ്ണൂർക്കാരുടെ അഭിമാന രോമാഞ്ചം. അഹങ്കാരായ സ്ഥലം പയ്യാമ്പലം ബീച്ച്. നമ്മളെ കൊള്ളിക്കച്ച, ലൊട്ടക്കച്ച അങ്ങനത്തെ എല്ലാ സാധനങ്ങൾ ഫേമസ് ആക്കിയ. അപ്പൊ നമ്മൾ അവിടത്തേക്ക് പോവാണ്. ബിൻഷാദിന് കൊറേ ഫാൻസ് ഉണ്ട്. അധികം പറയണ്ടേ? റാപ്പ് എങ്ങനെയുണ്ട്? റാപ്പിനെ കുറിച്ച് ഞാൻ ഓവർ ഇപ്പൊന്നും പറയുന്നല്ല. ഞാൻ ഇപ്പം പറയാം ബീലബാനെ പൊട്ടിച്ച്. ബീലബാന്റെ അടുത്തെത്തൂല. എന്താ അടുത്തെത്തൂലെന്നല്ല, ബീലബാനെ അവര് താത്തി കെട്ടി. പക്ഷെ നല്ല ടേസ്റ്റ്. ഞാൻ ബീലബാനെ തിന്നിട്ടുള്ളൂ. നമുക്ക് വേറെ സാധനത്തിന്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് ബീലബാൻ വെച്ചിട്ടില്ല കമ്പയർ ചെയ്യാൻ പറ്റുമോ? സീൻസാണ്, ഒന്നും പറയാനില്ല. സൂപ്പർ. നിങ്ങൾ പറ.
തിന്നുന്ന ഇപ്പൊ സ്ഥിരമായി തിന്നവരോട് തന്നെ പറയാ ചോദിച്ചോ. നമ്മള് തിന്ന് എന്നിട്ടും മടക്കുന്നില്ല. ആഴ്ചയിൽ ഒരു 3 വട്ടം ഞാൻ മിന്നാതെ പോയി എന്റെ ഗൂഗിൾ പേന്റെ ട്രാൻസാക്ഷൻ ലിസ്റ്റിൽ അതുണ്ടാവും. നമ്മളിപ്പോ നോർമൽ ഒരു ഡെസേർട്ട് എന്നുണ്ടെങ്കിൽ ഒരു 4-5 പ്രാവശ്യം 5 പ്രാവശ്യം പോയാൽ നെക്സ്റ്റ് ടൈം അവിടെ പോകുമ്പോ അടുപ്പടിക്കൂലേ. അപ്പൊ ഇത് നമ്മള് വീക്കിലി 2 ദിവസം. അത് മാത്രല്ല പ്രത്യേകത സെയിം സാധനമാണ് ഇവർ ഓർഡർ ചെയ്യുന്നത്. അപ്പൊ ചിന്തിച്ചു നോക്ക്, മനസ്സിലായ? സെയിം സാധനം ആർക്കും ഓർഡർ ചെയ്യാൻ തോന്നൂല. ഡെസേർട്ട് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റും. സെയിം സാധനം മെയിൻ ആയിട്ട് ഓർഡർ ചെയ്യുന്നത്. ബ്യൂണോ ബ്ലിസ്, ഫാന്റസി, ഫ്ലേക്സ് ഉണ്ട്. ഫ്ലേക്സ് പക്ഷെ നമ്മൾ ഇന്ന് എടുത്തിട്ടില്ല. 3 സാധനം ഫ്ലേക്സ് ഉണ്ട്. അതിന്റെ ഒക്കെ ഫ്ലേക്സ് എല്ലാം ഒന്നിനും മെച്ചാണ്. ഓക്കെ, ഇത് കുറച്ചും കൂടി ഇത് നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്ക്. ഈ 3 സാധനങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാം. നമ്മളെ പയ്യാമ്പലം ബീച്ച് എത്തി. പയ്യാമ്പലം ബീച്ച് ഇനി കുറച്ച് ബീച്ചിലിരിക്കുക. രാത്രിയാണ്, കുറച്ച് എന്താ പറയാ, കാറ്റ് കൊള്ളുക. ബിഗ് വൈബ്സ്. ഓക്കെ, അതൊരു ഡ്രൈവർ തന്നെ. സ്റ്റൈല് നോക്കടി. ഒരു സ്റ്റൈലും തന്നെ. സ്റ്റൈല് നോക്കടി, സ്റ്റൈല്. കടത്തി വെട്ടിനാട്ടാ ശരിക്കും പറഞ്ഞാൽ. ഞാൻ തിന്നിട്ടില്ല, അപ്പൊ ഇവർക്ക് പറയാൻ പറ്റുമോ? പറ. ഇവിടെ നാട്ടിലുള്ള കൊറേ ഇതില്ലേ സാധനങ്ങൾ, അതിനെ കുറിച്ച് പറ. അതിന്റെ ടേസ്റ്റ്. പക്ഷെ ഇതെല്ലാം അടിക്കുമ്പോ പെട്ടെന്ന് മസ്റ്റ് ആവുന്നുണ്ട്. ഒരു സാധനം തിന്നുമ്പോ തന്നെ നമുക്ക് മസ്താവും. ഇത് ആ ഒരു ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ പറയാം. ഞാൻ അടുത്തൊന്നും തിന്നില്ല, അപ്പൊ നമുക്ക് അത് പറയാനുള്ള അവകാശമില്ല. ഞാൻ ബീലബാനായിട്ട് കമ്പയർ ചെയ്യാം. ബീലബാൻ അവര് കൊന്ന്, അത്രേ പറയുള്ളൂ. നല്ല ടേസ്റ്റ്, കാര്യം പറയാറ്. ഞാൻ ഇങ്ങനെ ഹൈപ്പ് വരുന്ന വെച്ചാൽ നിങ്ങൾ പോയി തിന്നു, അപ്പൊ നിങ്ങളും പറയും ബീലബാൻ തിന്നതാണ് നമുക്കറിയില്ല. പക്ഷെ ഞാൻ പറയാ ബീലബാനാന്നല്ല ഓജി സാധനം, അതിന്റെ കോപ്പിയാന്ന് മറ്റേ കാണുന്നെല്ലാം പറയുന്നത്. ഓജി സാധനം തിന്നിട്ട് നമുക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഇഷ്ടമായിനി ഇത് വെച്ച് നോക്കുമ്പോ അതിന്റെ ഇഷ്ടം പോയി. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മള് പയ്യാമ്പലം ബീച്ച് എത്തി, അത്രേ പറയാനുള്ളൂ. പയ്യാമ്പലം ബീച്ച് എത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചുതരാം. ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ? ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ നമ്മളെത്ര ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇവിടെ ഇല്ല. നമ്മളെ കറണ്ട് ഇല്ല അധികമായിട്ട്. KCB എടുത്ത സ്ട്രീറ്റ് ലൈറ്റിൽ ഓഫ് ആക്കിയിട്ടിന്. അതിനൊന്നും പറയാനില്ല. കണ്ണൂർ ഇങ്ങനെയാ ഉള്ള അലമ്പ് പിള്ളേറപ്പാ. നമ്മളാ പയ്യാമ്പലം ബീച്ച് എത്തി. ദിസ് ഈസ് ബീച്ച്. പൊട്ടാസ് പൊട്ടിക്കുന്നേ കൈ പൊള്ളിയാ. നമ്മളെ കൊറേ അലമ്പ് പിള്ളേരൊക്കെ ഉള്ള നാട്ടിലെ പിള്ളേരാ, പാവങ്ങളാ. ബൈക്കായിട്ടാ കടിക്കൂല കാണിച്ച അങ്ങനത്തെ പാവങ്ങളാ. ബൈക്കായിട്ടാ പോലും കടിക്കാത്ത പാവങ്ങളാ. നമുക്കൊന്നും കാണില്ല ചാനു. അത്രേ ഉള്ളൂ. നമ്മള് ബീച്ചിലുള്ള വന്നിട്ടുള്ള ഞാൻ വിചാരിക്കുന്ന വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. അല്ലടാ ഇങ്ങോട്ട് വാ. ഇടോ ഇൻഷാദെ ഒന്നിടോ രണ്ടാടുമ്പോ നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം യൂട്യൂബിന്റെ. അല്ലെങ്കിൽ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല, കണ്ണ് കാണൂല ഇങ്ങനെ വെച്ച് നടന്നാല്. അപ്പൊ ലേറ്റ് ആയി പോയി. അതുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ ബീച്ചിന്ന് നമുക്ക് വീഡിയോ അത്രേ ഉള്ളൂ. ഞാൻ പറ സ്കില്ലുണ്ട്. മാസ് ഇക്ക മാസായി പൊട്ടിക്കലോ ഒന്ന്. ഓക്കെ, അപ്പൊ നമ്മളെ അപ്പൊ നല്ലൊരു കല്യാണം സൺഡേ, നല്ലൊരു കല്യാണം, നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു. നമ്മളെ അങ്ങ് സൗദിയില് വീക്കെൻഡ് വെള്ളിയാഴ്ച ആണെങ്കിൽ ഇവിടെ സൺഡേ ഫണ്ടേ കറക്റ്റ് ആയി. അപ്പൊ എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു, നല്ല ദിവസമായിരുന്നു. കല്യാണം, റാപ്പി, പയ്യാമ്പലം ബീച്ച്, പിന്നെ പുള്ളൂറും. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ അതുപോലെ അടിപൊളിയായിട്ട് നിർത്തുകയാണ്. വേറെ ഒന്നും പറയാനില്ല. ഇതുപോലത്തെ അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് പിന്നെയും വരൂലേ നമ്മള്. എല്ലാരും മൂടായി സംഭവം. സത്യം പറയല്ലോ, ഫസ്റ്റിൽ നാണങ്ങൾ വേണ്ട, അയ്യോ എന്നെ കൊല്ലുന്നേ അമ്മേ അയ്യോ അങ്ങനെയായിരുന്നു. പിന്നെ റെഡിയായി, നോ പ്രോബ്ലം. ട്രാക്കില് സെറ്റായി. അപ്പൊ എല്ലാരും സെറ്റായി. അപ്പൊ ഇതുപോലത്തെ അടിപൊളിയായിട്ട് വീഡിയോസ് ആയിട്ട് ഞാൻ പിന്നെയും വരും. വേറെ ഒന്നുമില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബൈ.
മുട്ടിക്കണ്ട മുട്ടിയാ മതി